नेहाटिंगर गोविंद स्वामी का आर्ट उसके बारे में बात करने को हम इधर वीडियो कर रहे थे നമ്മുടെ ഗോവൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിനെപ്പറ്റി സംസാരിക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് മുഖത്തും കഴുത്തിന്റെ പുറകിലൊക്കെ ആയിട്ട് ചതവുകളുണ്ട്. 75% ബ്ലോക്ക് ഉണ്ട് അണ്ണന്. പെരിയ സ്വാമി ബ്ലോക്ക് മാറ്റാനുള്ള കഴിവൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു അണ്ണന്. എന്താണെങ്കിലും നമുക്ക് ന്യൂസ് കാണാം. ഗോവൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടത്തിന്റെ ന്യൂസ്. 25% ബ്ലോക്കാണ്. മുഖത്തും മൂക്കിലും തലയിലുമായി 4 ചതവുകളുണ്ട്. രാസപരിശോധനാ ഫലം കൂടി വന്നാലേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് പോസ്റ്റ്മോർട്ടം. രാസപരിശോധന വന്നാലേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറയുന്നത്. ഈ രാസപരിശോധന ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പം നമ്മുടെ സർക്കാരിന്റെ ദുരിതാശ്വാസ പദ്ധതി പോലെ ആയിട്ടുണ്ട്. വരുമെന്ന് പറയുന്നല്ല, ഈ സാധനം ഇങ്ങോട്ട് വരുന്നില്ല. എന്താണ് ഈ കെമിക്കൽ ടെസ്റ്റ് നടത്തി അതിന്റെ റിസൾട്ട് വരാൻ ഇത്ര വൈകുന്നത് എന്ന് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. പ്രാഥമിക റിപ്പോർട്ടിനകത്തൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, സസ്പീഷ്യസ് ആയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഇതൊരു 100% സ്വാഭാവിക മരണമാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് അത് കൊണ്ടുവരുന്നു? ഇത്ര താമസം തോടെ ഇതിനകത്ത് ഇത്ര പ്രശ്നം എന്താണ്? 5 ദിവസം മറ്റേ അതിനകത്ത് ഇരുന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അത് പറയണം. അല്ലെങ്കിൽ ഇതൊരു സ്വാഭാവിക മരണം വന്ന് എഴുതി തള്ളിട്ട് ആ കുടുംബത്തിന് വെറുതെ കിട്ടണം, അതേ പറയാനുള്ളൂ. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മുടെ ഗോവൻ സ്വാമിയുടെ വീട്ടുകാർ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. വിഷ്ണുപുരം അതുപോലെ തന്നെ ഗോവൻ സ്വാമിയുടെ 2 മക്കള്, നമ്മുടെ അമ്മച്ചി, ഇവരെല്ലാരും കൂടി ഇരുന്നാണ് വാർത്താ സമ്മേളനം. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സുരേഷ് ഗോപി 2 പശുവിനെയൊക്കെ മേടിച്ചു കൊടുക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കേൾക്കാം. നമുക്കപ്പോൾ അതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ കാണാൻ കഴിയും. അവരുടെ ഉപജീവന മാർഗം ഇനി ആദ്യം അവർ 2 പശു ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക ക്ലാശത്തിൽ അത് വിറ്റു. ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി 2 പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവരുടെ ഉപജീവന മാർഗം. കൈയടിക്കടാ അണ്ണാച്ചി, പശുവിനെ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഗൈസ്. സുരേഷ് ഗോപി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ആരും അറിയുന്നുണ്ടോ? സുരേഷ് ഗോപി വന്നു വെറൈറ്റി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്പോൺസർഷിപ്പുകൾ നടത്തുന്നത്. എന്നാലും മറ്റൊരു പുള്ളിയുടെ ട്രാൻസ്ജെൻഡർ ആവാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് നടത്തിയത് സുരേഷ് അണ്ണനാണ്. അതുപോലെ തന്നെ അവർക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് പശുക്കളെയും സ്പോൺസർഷിപ്പ് നടത്തിയിരിക്കുകയാണ് ഗൈസ്. വല്ലാത്ത മനുഷ്യൻ തന്നെ. എന്താ പറയാ സുരേഷ് അണ്ണന്റെ ഓരോ കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം പിള്ളേരെല്ലാം കൂടെ സുരേഷ് അണ്ണൻ ഇട്ട് ഉക്കുവാണോ അതോ സപ്പോർട്ട് ചെയ്യണോ എന്ന് മനസ്സിലാവുന്നില്ല. ഒരു കിടില് ഒരു ഇൻസ്റ്റാറിയിലും ഉണ്ട്. ഞാൻ വേണേ അതൊന്ന് പ്ലേ ചെയ്യാം. ഇതൊരു വഴിക്ക് പോകുന്നില്ലയോ, അതുകൊണ്ട് കാണിച്ചേക്കാം. പിള്ളേരെല്ലാം കൂടെ വട്ടത്തിൽ ഡാൻസ് കളിയുമ്പോൾ കറക്റ്റ് സമയത്ത് ഷിറ്റ് അടിച്ചെന്നുള്ളതാണ് അണ്ണൻ. പക്ഷെ പുള്ളി ഇത് അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇവര് വീഡിയോ എടുക്കുന്നത് അറിഞ്ഞിട്ടില്ല. അണ്ണൻ അതിന്റെ അടി വന്ന് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എപ്പോ എടുത്തേ എന്നുള്ള രീതിയിലാണ്ട് ഇതൊക്കെ എപ്പാ എന്നും പറഞ്ഞിട്ട് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 63,000 പേര് ലൈക്കും ചെയ്തിട്ടുണ്ട്. എന്ത് പറയാനാ, സുരേഷിന് എന്ത് ചെയ്താലും പിള്ളേർ വരെ വോട്ട് തൂക്കി തുടങ്ങി. പിന്നെ ഇവര് പത്രസമ്മേളനത്തിൽ പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇവരിതൊരു ആശ്രമമാക്കി മാറ്റി അതിനകത്തുനിന്ന് പൈസ അടിക്കാനുള്ള പരിപാടിയാണ് എന്ന്. ഗോവൻ സ്വാമി ബൃഹത്പെട ടീമേ, പുള്ളിയുടെ ദീർഘവീക്ഷണം ഭയങ്കരമാടി ഗൈസ്. പുള്ളി ഇത് 2019 തന്നെ ഈ ഒരു സ്ഥലവും കാര്യങ്ങളും ഒക്കെ ട്രസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ട്രസ്റ്റിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഭദ്ര കൊച്ചും അപ്പൻ തമ്പുരനും പിന്നെ ഗോവിന്ദ് സ്വാമിയും 2 മക്കളും, ഇവരൊക്കെയാണ് ട്രസ്റ്റിനകത്തുള്ള അംഗങ്ങൾ. 4 പേരടങ്ങുന്ന ട്രസ്റ്റാണ് ഗൈസ്. അപ്പം ഈ ട്രസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത് കൈമാറ്റം ചെയ്യാനോ അല്ലെങ്കിൽ പണയം വെക്കാനോ പരിപാടിയൊന്നും നടക്കത്തില്ല. മനസ്സിലായോ? അതെന്തരോ ആയിക്കോട്ടെ. അച്ഛന്റെ സമാധി വെച്ചിട്ട് ഞങ്ങൾക്ക് ഉപജീവന മാർഗം ഉണ്ടാക്കണ്ടാന്ന് നമ്മുടെ അണ്ണൻ പറയുന്നുണ്ട്. നമ്മുടെ ഇളയ തലമുറ ഗോവൻ സ്വാമി സെക്കൻഡ് മുടി വളർത്തിയ താടി വളർത്തിയ അണ്ണൻ പറയുന്നുണ്ട്, ഇയാളുടെ താടി എന്നെ വളർത്തയടേ, ഇന്നാളെ ഇങ്ങനെ ക്ലീൻ ഷേവ് അടിച്ചിട്ടാണ് ഇപ്പൊ ഒന്നാണ്ട് കംപ്ലീറ്റ് താടി കേട്ടോന്നിരിക്കുന്നത്. ഇതുകൊണ്ടില്ലേ നമ്മളൊക്കെ പറഞ്ഞില്ല പണ്ടൊരു. അപ്പം അണ്ണൻ പറയുന്ന കാര്യങ്ങളേക്കാ ഗൈസ്. ഇത്രയും വിഷയങ്ങൾ ഉണ്ടായെങ്കിലും ഈ സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി, ഒരിക്കലും നമ്മുടെ നിത്യ ഉപജീവന മാർഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല. അങ്ങനെ പറയുന്ന അന്തസ്, അതാണ് അന്തസ്. സമാധിയുടെ വരുമാനം നമുക്ക് വേണ്ട. പശു ഉണ്ട്, സുരേഷണ്ണൻ കൊടുത്ത പൈസ ഉണ്ട്, അത് മതി അവർക്ക്. അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത് വെച്ച് ഇനി ഒരുപാട് ഉപജീവന മാർഗം നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അവര് അധ്വാനിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. കയ്യടി അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അവരങ്ങനെ അധ്വാനിച്ച് ജീവിക്കാൻ, നമ്മുടെ ബാക്കിയുള്ള ആളുകൾ അധ്വാനിക്കാതാണല്ലോ ജീവിക്കുന്നത്. അന്നേരം ഇവര് അധ്വാനിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും മാതൃകയാവുന്ന ഒരു പ്രവൃത്തി. ഈ ഒരു ട്രസ്റ്റിന് ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരാവകാശങ്ങളില്ല. ക്ഷേത്രനെ വിൽക്കാൻ പറ്റത്തില്ല. ഭഗവാന്റെ പൂജാതി കാര്യങ്ങൾ നിത്യവും ചെയ്ത് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ.
അതങ്ങനെ തന്നെ ഭക്തി മാർഗത്തിൽ പോകാൻ തന്നെ താല്പര്യം, അല്ലാതെ ഭഗവാന്റെ പണം എടുത്തിട്ട് ഒരിക്കലും ജീവിക്കേണ്ട ഒരു കാര്യമില്ല. അതാണ് ഗൈസ്, അച്ഛന്റെ സമാധിയുടെ വേണ്ട നമുക്ക്, അവർക്കത് വേണ്ട. ഭഗവാനെ വിറ്റാരും ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദ ലോർഡ് ഗോപൻ സ്വാമി കണ്ട നെയ്യാറ്റിൻകര ഇതാണ് ഗൈസ്. ദൈവത്തെ വിറ്റവർക്ക് ജീവിക്കണ്ട, അവര് പണിയെടുത്ത് ജീവിക്കും. നല്ല കാര്യം, നല്ല തീരുമാനം എന്ന് ഇത് തന്നെ കാണണം കേട്ടാ, അത് നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ പറ്റി ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരു അണ്ണൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്നിരിപ്പുണ്ട്. അണ്ണൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചിട്ട് അണ്ണൻ കുറച്ച് കാര്യങ്ങൾ അതിനെ വിശദമായി പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. അപ്പോൾ നമ്മൾ കുടുംബം മുഴുവൻ ആദ്യം ഈ വിവാദം വന്ന ആ ദിവസം തൊട്ട് കുടുംബം പറയുന്ന ഒരു കാര്യമുണ്ട്, സമാധിയായിരുന്നു എന്നുള്ളത്. അപ്പൊ അതിലായിരുന്നു തർക്കമായിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് പറയുന്നത്, ഓൺ റിമൂവിംഗ് ദ ടോപ്പ് കോൺക്രീറ്റ് സ്ലാബ് ഓഫ് ദ ടോം ദ പോർഷൻ ഓഫ് ദ ബോഡി comprising of head, neck, chest, upper part of the abdomen, both arms up to elbow, in and up to right posture, was seen above a dune of greenish powdery particles, phosphum, and white crystalline particles having camber-like smell. Greenish powdery material was seen firmly adherent on the exposed part of head, including face and neck. On clearing the surroundings, the body appeared to be in a cross-legged sitting position, restrained with saffron-colored soiled cloth. അപ്പോൾ സമാധിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇരുന്നത്. അതിൽ യാതൊരു വിധമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഒന്നും തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് നാലാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ 4ാമത്തെ പാരഗ്രാഫ് അതായിരുന്നു. അണ്ണൻ വായിച്ചത് എന്ത്, അതിന്റെ അർത്ഥം പറയുന്നത്. അണ്ണൻ വായിച്ചതിനകത്ത് നേരെ തന്നെ ഇരുന്നത് കുറച്ച് ഭസ്മവും മറ്റേ കർപ്പൂരത്തിന്റെ ഒക്കെ സാധനങ്ങൾ അതുണ്ട്, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അണ്ണൻ വായിച്ചിട്ട് പറയുന്നത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് സമാധിയായിട്ട് തന്നെയാണ് ഇരുന്നത്, അതിനകത്ത് വേറെ വെച്ചൊന്നും കെട്ടിവെച്ചിട്ടില്ല. വന്നിരുന്നൊക്കെ തള്ളി വിടുകയാണ് കേട്ടാ. ഇനിയാണ് നമ്മുടെ അമ്മച്ചിയുടെ കടന്നുവരവ്. അമ്മച്ചിയുടെ സംസാരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ആരോഗ്യത്തിന് ഒരു കുറവില്ല, കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യം നല്ല, കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല. എന്ന് വെച്ചാൽ അവർക്ക് അതിന്റേതായ പ്രായമനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, പ്രായമനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല, അത്ര വ്യത്യാസമുള്ള. അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവർ കഴിച്ചത്, നന്നായിട്ട് തന്നെ ഇരുന്നത്. അപ്പം ഗോവൻ സ്വാമി നല്ല കീടുകളായിട്ട് സൂപ്പറായിട്ട് ഇരുന്നതാണ് അമ്മച്ചി പറയുന്നത്. ഒരു കുഴപ്പമില്ലായിരുന്നു ആരോഗ്യ പ്രശ്നം. ചെറിയൊരു കാഴ്ചക്കുറവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചത്തുപോയി. ഒരു കുഴപ്പമില്ലാത്ത ഗോവൻ സ്വാമി എങ്ങനെയാണ് തട്ടിപ്പോകുന്നത്, അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇടയിൽ കൂടെ മറ്റേ വിഷ്ണുവിനെ അമ്മച്ചിയെ പതി കൂടുതൽ പറയണ്ടെന്ന് പറഞ്ഞ് തട്ടുന്നുണ്ട്. അതിന്റെ ചോദ്യം വരുമല്ലോ, ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യൻ എങ്ങനെയാണ് തട്ടിപ്പോകുന്നതെന്ന്. അതുകൊണ്ടാണ് പുള്ളി തട്ടിയത്. ബാക്കിയുടെ കേൾക്കാം. മുറിവുകളുടെ കാര്യം കൂടി പറയുന്നുണ്ട്, ശിവയുടെ ബാക്കിൽ, തലയുടെ ബാക്കിൽ. അപ്പൊ അതൊന്നും ഇതിന് ശിവന് കൈലാസനട ഈ സത്യസന്ധത മുറിവുണ്ടായിരുന്നു. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം കുളിക്കുന്ന ആളാണ്. പുള്ളിയുടെ മുഖത്ത് അവിടെയൊക്കെ ആയിട്ട് കുറച്ച് മുറിവുകളൊക്കെ, ചതവിന്റെ പാടുകളുണ്ട്. അതിനെപ്പറ്റിയാണ് അവർ ചോദിച്ചത്. അന്നേരം അമ്മച്ചി ഒരു കൊതു കടിക്കാൻ പോലും ഞങ്ങൾ സമ്മതിച്ചില്ല. അമ്മച്ചി കൊതു കടിച്ച പാടിനെ പറ്റി അല്ല ചോദിച്ചത്. എന്നിട്ട് അടുത്ത ഡയലോഗ്, അങ്ങനെ ഡെയിലി കുളിക്കുമായിരുന്നു, ഇത് കുളിക്കുമ്പോ ഒന്ന് മുറിവിന്റെ പാട് പോകുന്നാണ് അമ്മച്ചി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അമ്മച്ചി വന്നൊന്നും ഭയങ്കര സീനാണ് കേട്ടോ. കുളിക്കുന്ന ആളാണ്. മുഖത്തൊരു മുറിവുണ്ട്, മൂക്കിനൊരു മുറിവുണ്ട്. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. അത് എന്തോ ഈ ഒരിക്കലും ഇല്ല. ചിലപ്പോ ഈ സ്ലാം അങ്ങനെ എടുത്തപ്പോ മൂക്കിനകത്ത് ഇടിച്ച് അങ്ങനെ ചതഞ്ഞാലും ആയിരിക്കും. അല്ലാതെ ഇങ്ങനെ മുറിവ് അങ്ങനത്തെ മനുഷ്യന് എന്റെ ഒരു ഇത് പറയും. ഇവര് പാവത്തിങ്ങളാണ്, സത്യം പറഞ്ഞ സാധുക്കളാണ്. പുള്ളി വല്ല ഹൃദയാഘാതം വല്ലതും വന്ന് മരിച്ചു വല്ലതും ആയിരിക്കും. 75% ബ്ലോക്ക് ഉണ്ടെന്നൊക്കെ പറയും. ഭക്തി തലയ്ക്ക് മൂത്ത് പ്രാന്ത് പിടിച്ച ആൾക്കാരാ. പിന്നെ ഇവരെ തിരുത്താനും പറ്റും. ബാക്കിയേക്കാം. ചെവിട്ട് തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരാണ്, ഒരു കൂലിപ്പണി ചെയ്യുന്ന മുറിക്കുന്ന ആളാണ്, വിറവ് ഈ തോളിലെടുക്കുന്ന ആളാണ്. ഈ തോളില് തടിയെടുത്ത് ചുമന്ന ആ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദുധർമ്മം, സനാതനധർമ്മം നിലനിർത്തി നിങ്ങൾ കൂലിപ്പണി ചെയ്യുന്ന ആളാണ്. എന്തുമാത്രം കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചെന്നറിയാം. വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച് ഇതിലിപ്പം അങ്ങനെയുള്ള നേരത്തെ കണ്ട
മുറിവും ചതവും അതിനെയൊക്കെ പറ്റി ചോദിച്ചപ്പോഴാണ് ഇവർ പറയുന്നത് കൂലിപ്പണിക്കാരനാണ്, വിറകൊക്കെ ചുമന്നുകൊണ്ട് പോകുന്ന സമയത്ത് അവിടെ കാണാൻ മുറിഞ്ഞതല്ലായിരിക്കും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും മുറിവിന്റെ കാര്യം കുടുംബം തള്ളിയിട്ടുണ്ട്. പക്ഷെ മുറിവൊന്നും അല്ല മരണകാരണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ഗോപൻ സ്വാമിയുടെ വാർത്തകൾ. ഈ വന്ന് ഇപ്പം ട്രിവാൻഡ്രം കൊല്ലത്തെ കടത്തി വിട്ടു എന്നാണ് തോന്നുന്നത്. കൊല്ലത്തിന്റെ ചീത്തപ്പേരൊന്ന് മാറിക്കിട്ടും. എന്തോരം അന്ധവിശ്വാസികളാണ് കഴിച്ച് ഈ ട്രിവാൻഡ്രം ഭാഗത്തുള്ളത്, എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ മൊത്തത്തിൽ അങ്ങ് എടുക്കുവാണോ കേരളത്തിലുള്ള അന്ധവിശ്വാസം മൊത്തം? എവിടെ കൊല നടന്നാലും അവിടെ അന്ധവിശ്വാസവും ട്രിവാൻഡ്രം ഉണ്ടെന്നുള്ളതാണ്. ഇനി കെമിക്കൽ ടെസ്റ്റിന്റെ ഒരു ഫൈനൽ റിപ്പോർട്ട് കൂടെ വരാനുണ്ട്. അതിനകത്ത് സത്യം പറഞ്ഞാൽ കൃത്യമായി എന്താണ് മരണകാരണം എന്ന് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ ഇവരിപ്പോ ഇങ്ങനെ പുറത്തോട്ട് ഇടുന്ന റിപ്പോർട്ടിനകത്ത് ഈ മുറിവും ചതവും ഒക്കെ എന്തിനാ ആദ്യം പുറത്തു വിട്ടുകൂടെ? അതിനെപ്പറ്റി ഇന്ന് ആദ്യം സംസാരിക്കാത്ത എന്ത്? ഇവരാദ്യം ബോഡി കണ്ട സമയത്ത് അതിനകത്ത് എക്സാമിൻ ചെയ്തുകൂടെ മുഖത്ത് മുറിവുണ്ടോ ചതവുണ്ടോന്ന്? ആദ്യം ഒരു പ്രൈമറി റിപ്പോർട്ട് വന്ന സമയത്ത് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് മുറിവിന്റെയും ചതവിന്റെയും കാര്യം പറയും. ഇവർ ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ഒരു തോന്നൽ ഞാൻ പറയാം, ഈ ഗോവൻ സ്വാമിയുടെ മരണം ഒരു സ്വാഭാവിക മരണം തന്നെ ആവാനാണ് ചാൻസ്. ഇവർ സാധുക്കളാ, പഠിപ്പില്ലായ്മയുടെ എല്ലാ കുറവുകളും അവർക്കുണ്ട്, സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവാം. പിന്നെ ഭക്തിയും കൂടെ തലയ്ക്ക് കയറി പിടിച്ചപ്പോഴത്തേക്ക് എല്ലാം ദൈവം നോക്കിക്കൊള്ളു അല്ലെങ്കിൽ ദൈവം കോപിക്കും എന്നും പറഞ്ഞിരിക്കുന്ന ഒരു അമ്മയും 2 മക്കളും. ഗോപൻ സ്വാമിയെ തല്ലിക്കൊന്ന് സമാധി ഇരുത്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ തെളിയട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ ഇതാണ് ഗൈസ്, കൂടുതൽ വിശേഷങ്ങളൊന്നും. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരിയെങ്കിൽ ടാറ്റ.